നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. എഡിഎമ്മിന്റെ ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴിയെടുത്തു. പി ദിവ്യയ്ക്കും കളക്ടർക്കുമെതിരായി മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നതായി കുടുംബം. അഡ്വക്കേറ്റ് കെ രത്നകുമാരി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ. ചുമതലയേറ്റത് ദിവ്യ രാജിവെച്ചതോടെ. കൊല്ലം കൊട്ടാരക്കരയിൽ അയൽവാസിയെ കൊലപ്പെടുത്തിയ പ്രതികൾക്ക് ജീവപര്യന്തവും പിഴയും ശിക്ഷിച്ചത് കുന്നിക്കോട് സ്വദേശികളെ. താമരശ്ശേരിയിൽ യുവാവിന്റെ ആത്മഹത്യ ചൂതാട്ട മാഫിയയുടെ ഭീഷണി മൂലമെന്ന് പരാതി. മരിച്ചത് കെടാവൂർ സ്വദേശി അനന്തു. പീരുമേട്ടിൽ ദേശീയപാതയോരത്ത് കാട്ടാന. സ്കൂൾ വിദ്യാർത്ഥികൾക്കടുത്തേക്ക് പാഞ്ഞെടുത്തു. വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കൊല്ലം തുരുത്തിക്കര UP സ്കൂളിൽ കിണറ്റിൽ വീണ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. അപകടം കൂട്ടുകാരുമൊത്ത് കളിച്ചുകൊണ്ട് നിൽക്കവേ. വിശദമായി നോക്കാം. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘം മലയാളപ്പുഴയിലെ വീട്ടിലെത്തി കുടുംബത്തിന്റെ മൊഴിയെടുത്തു. പി ദിവ്യയ്ക്കും കളക്ടർക്കുമെതിരെ അന്വേഷണ സംഘത്തിന് കുടുംബം മൊഴി നൽകി. മൊഴിയെടുപ്പ് 2 മണിക്കൂറോളം നീണ്ടു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ അഡ്വക്കേറ്റ് കെ രത്നകുമാരിയെ തെരഞ്ഞെടുത്തു. ADM നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ പി ദിവ്യ സ്ഥാനമൊഴിഞ്ഞതോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. UDF-ലെ ജൂബിലി ചാക്കോയെ 7-ന് എതിരെ 16 വോട്ടുകൾക്കാണ് രത്നകുമാരി പരാജയപ്പെടുത്തിയത്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടെടുപ്പിൽ നിന്ന് ദിവ്യ വിട്ടുനിന്നു. കൊല്ലം തുരുത്തിക്കര MT UP സ്കൂളിലെ കിണറ്റിൽ വീണ 7ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ നില ഗുരുതരം. കുന്നത്തൂർ സ്വദേശി 13 വയസ്സുള്ള ഫെബിനാണ് കിണറ്റിൽ വീണത്. ഇന്ന് രാവിലെ 9:30ഓടെയാണ് അപകടമുണ്ടായത്. കൂട്ടുകാരുമൊത്ത് കളിച്ചുകൊണ്ട് നിൽക്കവേ കിണറ്റിൽ വീഴുകയായിരുന്നു. തലക്കേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വിദ്യാർത്ഥി. താമരശ്ശേരിയിൽ ലോട്ടറി കട ജീവനക്കാരനായ യുവാവ് തൂങ്ങി മരിച്ചു. കെടവൂർ സ്വദേശി അനന്തു കൃഷ്ണയാണ് മരിച്ചത്. ചൂതാട്ട മാഫിയ സംഘത്തിന്റെ ഭീഷണിയെ തുടർന്നാണ് മരണമെന്നാണ് ആരോപണം. ലോട്ടറി കട ജീവനക്കാരനായ അനന്തുവും എഴുത്ത് ലോട്ടറി ചൂതാട്ട മാഫിയയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായും ബാധ്യത തീർക്കാത്തതിനെ തുടർന്ന് നിരന്തരം ഭീഷണി നേരിട്ടിരുന്നതായും ആണ് സൂചന. ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. സ്ത്രീ ഉൾപ്പെടെയുള്ള സംഘമാണ് അനന്തുവിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതെന്ന് ബന്ധുക്കൾ പറയുന്നു. കൊല്ലം കൊട്ടാരക്കരയിൽ അയൽവാസിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ. കൊട്ടാരക്കര SC/ST കോടതിയാണ് ശിക്ഷിച്ചത്. കുന്നിക്കോട് സ്വദേശികളായ സലാഹുദ്ദീൻ, മകൻ ദമീദ് എന്നിവരെയാണ് ശിക്ഷിച്ചത്. 50,000 രൂപ പിഴയും ഒടുക്കണം. 2022 ജൂലൈ 14-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കുട്ടനാട്ടിലെ CPM-ൽ വീണ്ടും പൊട്ടിത്തെറി. LC മെമ്പർമാരടക്കം 18 CPM അംഗങ്ങൾ പാർട്ടി വിട്ട് CPI-യിൽ ചേർന്നു. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് പ്രവർത്തകരെ സ്വീകരിച്ചു. കഴിഞ്ഞ വർഷം 297 പേരാണ് കുട്ടനാട്ടിൽ CPM ബന്ധം ഉപേക്ഷിച്ച് CPI-യിൽ ചേർന്നത്. കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പലതവണ CPM നേതൃത്വം ഇടപെടൽ നടത്തിയെങ്കിലും ഗുണം ചെയ്തിട്ടില്ല. കഴിഞ്ഞ സമ്മേളനകാലത്ത് തുടങ്ങിയ വിഭാഗീയ നീക്കങ്ങൾ ഈ സമ്മേളന കാലയളവിലും CPM-നുള്ളിൽ കുട്ടനാട്ടിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഏരിയ നേതൃത്വവുമായി കലഹിച്ച് പ്രവർത്തകർ പാർട്ടി വിട്ടപ്പോഴെല്ലാം സജി ചെറിയാനും R നാസറും ഉൾപ്പെടെ നിരവധി നേതാക്കളാണ് പ്രശ്നപരിഹാരത്തിനായി ശ്രമിച്ചത്. കുട്ടനാട്ടിൽ കൊഴിഞ്ഞുപോക്ക് കൂടിയതല്ലാതെ ചർച്ചകളൊന്നും തന്നെ ഫലം കാണുന്നില്ല. നേരിന്റെ പാതയിലേക്ക് കടന്നുവന്ന സഖാക്കൾക്ക് സ്വാഗതമെന്നായിരുന്നു CPI വിട്ടുവന്ന പ്രവർത്തകർക്കായി ഒരുക്കിയ സ്വീകരണ ചടങ്ങിലെ ബാനറിലെ വാചകം. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് തന്നെ മെമ്പർഷിപ്പ് നൽകി. LC അംഗവും വെളിയനാട് പഞ്ചായത്ത് പ്രസിഡന്റുമായ ഓമന പൊന്നപ്പൻ, CPM-ൽ നിന്ന് അച്ചടക്ക നടപടി നേരിട്ട മുൻ LC അംഗം AJ കുഞ്ഞിമോൻ,
SFI മുൻ ഏരിയ സെക്രട്ടറിയും DYFI നേതാവുമായ മനു മോഹൻ എന്നിവരുൾപ്പെടെ 18 പാർട്ടി മെമ്പർമാരാണ് CPM വിട്ടത്. മുൻ CPM നേതാവും രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന R രാജേന്ദ്രകുമാറാണ് നീക്കത്തിന് പിന്നിൽ. കുട്ടനാട്ടിലെ വിവിധ പാർട്ടികളിൽ നിന്നും 25ഓളം പേരിന്ന് CPIയിൽ ചേരുകയും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അവരെ മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്തു. ഇനിയും ഒരു 25ഓളം പേര് പാർട്ടിയിൽ ചേരണം എന്ന ആവശ്യം ഉന്നയിച്ച് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലായിട്ട് അവരെ കൂടെ പാർട്ടി അംഗത്വം കൊടുത്ത് സ്വീകരിക്കും. CPMൽ നിന്ന് പുറത്താക്കിയതോടെ രാജേന്ദ്രകുമാർ 6 മാസങ്ങൾക്ക് മുമ്പാണ് CPIയിൽ ചേർന്നത്. നിലവിൽ CPI കുട്ടനാട് മണ്ഡലം സെക്രട്ടറിയാണ് രാജേന്ദ്രകുമാർ. പാർട്ടി മെമ്പർമാരുടെ എണ്ണം കൂടിയതോടെ കുട്ടനാട്ടിലുണ്ടായിരുന്ന CPI മണ്ഡലം കമ്മിറ്റി 2 ആക്കി. CPM ശക്തി കേന്ദ്രത്തിൽ സമ്മേളന കാലയളവിലെ പാർട്ടി മെമ്പർമാരുടെ കൊഴിഞ്ഞുപോക്ക് വീണ്ടും നേതൃത്വത്തിന് തലവേദനയാവുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. ഇടുക്കിയിൽ ബസ് കാത്തുനിന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. നാട്ടുകാർ ബഹളം വെച്ചതോടെ കുട്ടികൾ ചിതറിയോടി. ഇടുക്കി പീരുമേട്ടിൽ മരിയഗിരി സ്കൂളിന് മുന്നിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം. ദേശീയപാതയോരത്ത് വീട്ടിലേക്ക് പോവാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്നു കുട്ടികൾ. സമീപത്തെ തോട്ടം മേഖലയിൽ നിന്നെത്തിയ ആന കുട്ടികൾക്ക് നേരെ ചീറിയെടുത്തു. റോഡിൽ ആനയെ കണ്ടതോടെ നാട്ടുകാർ ബഹളം വെച്ചു. കുട്ടികൾ ചിതറിയോടി. ഇതോടെ ദേശീയപാത മറികടന്ന് ആന തട്ടാത്തിക്കാനം ഭാഗത്തേക്ക് പോയി. തോട്ടം മേഖലയായ പ്രദേശത്ത് കാട്ടാന ശല്യം ആദ്യമായാണ് അനുഭവപ്പെടുന്നത്. സ്കൂൾ പരിസരത്ത് കാട്ടാന എത്തിയത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ശിശുദിനമാണിന്ന്. മാന്ത്രിക വിരലുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഒരു കുട്ടിയെ പരിചയപ്പെടാം. ബലൂൺ ആർട്ടിലും ജാലവിദ്യയിലുമൊക്കെ കഴിവുള്ള കൊച്ചുമിടുക്കി. അമ്മയുടെ പ്രചോദനവും സ്വന്തം കരവിരുതിലെ മാന്ത്രികതയും കൊണ്ട് ഈ 6ാം ക്ലാസ്സുകാരി സ്വന്തം പേരിൽ കുറിച്ച റെക്കോർഡുകളും നിരവധിയാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു വലിയ കുട്ടിത്താരമാണ്. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ജാലവിദ്യകളിലൂടെ മലയാളികളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ മനസ്സിൽ ഇടം നേടിയ ആളാണ് ജ്വാല. ഹലോ. ഹായ്. ജ്വാലിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, കാരണം എല്ലാവർക്കും അറിയാം. ഈ മാജിക്ക് അതെങ്ങനെയാണ് പഠിച്ചെടുത്തത്? ഞാൻ ചെറുപ്പം തൊട്ട് അച്ഛൻ കണ്ട് ഞാൻ വളർന്നതാണ്. അപ്പം അങ്ങനെ ഒരു ക്രേസ് വന്ന് ഞാൻ പഠിച്ച് തുടങ്ങിയതാണ്. ഇപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു ഈ ഒരു നിലയിൽ. നമുക്ക് ആദ്യം തന്നെ ഒരു നല്ല മാജിക് കണ്ട് തുടങ്ങിയാലോ? എന്ത് മാജിക് ഒക്കെ കാണിക്കാൻ പോകുന്നത്? അപ്പോൾ നമുക്കിനി ചെറിയൊരു സർപ്രൈസ് ആയിക്കോട്ടെ. നമുക്ക് ചെറിയൊരു മാജിക് കാണാം എന്തായാലും. ഓക്കെ, ശരി. ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒന്നുമില്ലല്ലോ. ഇല്ല, എം ടി ആണല്ലോ. ജസ്റ്റ് ഒന്ന് കണ്ണടച്ചോ. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് കൈ നിന്നിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണം കേട്ടോ. ഓക്കെ, ഒന്ന് കണ്ണുറന്നു. അടിപൊളി. ആദ്യം ഇതിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇപ്പം എന്തോ വന്നേക്കുന്നത്? ഒരു ഗ്രീൻ സിൽക്ക് അല്ലേ? ഓക്കെ. അപ്പം ഈ ചില്ലറക്കാരി അല്ല, 2.5 വയസ്സിൽ ഗ്ലോബൽ റെക്കോർഡിലൊക്കെ ഇടം പിടിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതെ. അതെങ്ങനെയായിരുന്നു? അതെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം തൊട്ട് അമ്മ കണ്ട് ഇതേ കണക്ക് തന്നെ അമ്മ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ബലൂൺ ചെയ്ത് പഠിച്ചതാണ്. അപ്പം ഒരു സമയമായപ്പം കയ്യിലത് എടുത്ത് ചെയ്ത് നോക്കി, സംഭവം സക്സസ് ആയി. അപ്പോൾ ഇങ്ങനെ GRRF എന്ന് പറഞ്ഞവർ എനിക്ക് യങ്ങസ്റ്റ് ബലൂൺ ആർട്ടിസ്റ്റിൻ്റെ ഒരു അവാർഡ് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം അടുത്ത എന്ത് മാജിക്കാ? എല്ലാ കുട്ടികളും കളറിംഗ് ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? കളർ അടിക്കാത്ത ആരും ഉണ്ടാകത്തില്ല ഈ ലോകത്ത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു കളറിംഗ് ബുക്കിൻ്റെ ഒരു ഇതാക്കാം. ഓക്കെ, ഇപ്പം ഇവിടെ ഒന്നുമില്ലല്ലോ, എം ടി ആണല്ലേ? നമുക്കിന്ന് ജസ്റ്റ് ചിത്രം വരയ്ക്കും. ഒരു ചിത്രം വരച്ചു, ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് വരച്ചോളൂ. ഓക്കെ, ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ഇതിൽ എന്ത് ചിത്രം നമുക്ക് ആർക്കും അറിയത്തില്ല. ഇപ്പോൾ വരച്ച ചിത്രം തന്നെ വരണമെന്നില്ല, നമുക്ക് ജസ്റ്റ് നോക്കാം. ചിത്രം ഇങ്ങനെയാണോ ഒരു ഭംഗിയില്ലല്ലേ? ഒരു എം ടി ആണിത്. നമുക്ക് ജസ്റ്റ് കളർ അടിക്കാം. ജസ്റ്റ് എന്തെങ്കിലും ഒരു കളർ അടിച്ചോളൂ. എന്ത് വേണമെങ്കിൽ അടിക്കാം, എങ്ങനെ വേണമെങ്കിൽ അടിക്കാം. അപ്പോൾ ഈ ഇപ്പോൾ മാജിക് ഷോ ചെയ്യുന്നു, അപ്പം തന്നെ ബലൂൺ ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ഇതിനൊക്കെ അമ്മ വലിയൊരു സ്ട്രെങ്ത് അല്ലേ?
ആണ്. അമ്മയാണ് എൻ്റെ ഒരു ഗുരു എന്ന് പറയുമ്പോൾ. അതെ, അപ്പൊ നമുക്ക് അമ്മേനെ കൂടി വിളിച്ചാലോ? അമ്മയും ചില്ലറക്കാരിയല്ല, ബലൂൺ ആർട്ടിസ്റ്റ് അല്ലേ? അപ്പൊ അമ്മയുടെ ഷോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചെറുതായിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അമ്മേനെ കൂടി വിളിക്കാം. ഓക്കെ. ജ്വാലേനെ പോലെ തന്നെ അമ്മേനെയും പ്രത്യേകിച്ച് ആൾക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ബലൂൺ ആർട്ടിസ്റ്റ് ഷിജിന എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ ചേച്ചി. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചെറുതായിരിക്കുമ്പോൾ ചേച്ചിയുടെ ഷോസ് ഒക്കെ ഞാൻ ഒരുപാട് കണ്ടു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബലൂൺ ആർട്ടിസ്റ്റ് നമ്മൾ പൊതുവേ കണ്ടുവരാത്ത ഒരു മേഖലയാണല്ലോ, അതിലോട്ട് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കളർഫുള്ളായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതിൽ നിന്നാണ് ഈ ഒരു തോട്ട് എനിക്ക് കിട്ടുന്നത്. പിന്നീട് അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത്, കാരണം എവിടെയും പോയി പഠിക്കാനുള്ള അവസരങ്ങളൊന്നും ഇല്ല, കാരണം അറിയാമല്ലോ ബലൂൺ ആർട്ട് ഇവിടെ ഇല്ല. അങ്ങനെ ഞാൻ യൂട്യൂബും അതുപോലെ തന്നെ ഗൂഗിളിൽ നിന്നൊക്കെ കണ്ടിട്ടാണ് ഞാൻ അതിൻ്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. പിന്നെ ആ സമയത്ത് ഒരു ജയ മാം ഉണ്ടായിരുന്നു, ഷാഡോഗ്രാഫറാണ്. അപ്പം അവരുടെ അടുത്ത് നിന്ന് കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നീടെല്ലാം സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ആരാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാന്നും കൂടി കണ്ടുപിടിക്കുക? അമ്മയാണോ മകളാണോ ഏറ്റവും? അങ്ങനെ കമ്പയർ ചെയ്യരുത്. ശ്രദ്ധിച്ചാൽ അവൾ പകുതി ചെയ്തു, അതിൻ്റെ ബാക്കി ഒരു പാർട്ട് അവളും ഒരു പാർട്ട് ഞാനുമായിട്ട് ചെയ്തു. അപ്പോൾ രണ്ടും കൂടെ ജോയിൻ്റ് ആക്കിയപ്പോഴാണ് ഒരു ഐറ്റം വന്നത്. നമ്മൾ സ്റ്റേജിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്, പെർഫോമൻസ്, സ്റ്റേജ് പെർഫോമൻസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതാ ജ്വാലക്കുട്ടിയും അമ്മ ഷിജിനിയാണ് നമ്മുടെ ഒപ്പം ഇത്രയും സമയം ഉണ്ടായിരുന്നത്. എനിക്കെന്തായാലും കുറേ ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഓൾ ദി ബെസ്റ്റ്, വെരി ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് സന്തോഷം, സ്നേഹം നമ്മുടെ ഒപ്പം ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിൽ. ക്യാമറാമാൻ സി വിനോദിനൊപ്പം ആഴ്ചത്തിൽ ഷംന, ന്യൂസ് 18. കേരള സ്കൂൾ ബാഡ്മിന്റൺ താരങ്ങളുടെ യാത്രാ പ്രതിസന്ധിയിൽ. വിമാന ടിക്കറ്റിന്റെ പകുതി വഹിക്കാൻ രക്ഷിതാക്കളോട് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചു. പ്രായോഗികമല്ലെന്ന നിലപാടിലാണ് രക്ഷിതാക്കൾ. 20 താരങ്ങൾക്ക് 17-ന് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് മത്സരം. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് +2-ലും +1-ലൊക്കെ പഠിക്കുന്നത്, അവർക്ക് ക്ലാസ് ഒക്കെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് ചാൻസ് ആണ് ഞങ്ങൾക്ക്. +2-ലുള്ളവർക്ക് ഇനി കളിക്കാൻ പറ്റില്ല. അപ്പം ഇനി ലാസ്റ്റ് ചാൻസ് ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. എന്ന് കളിക്കണം, ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇനിയും ഒരു ദിവസം കൂടി ഉണ്ട്, ഞങ്ങൾ കാത്തിരിക്കാം ഇങ്ങനെ പോകണമെന്ന്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് നമുക്കൊപ്പം ചേരുന്നു. നവമി, ആദ്യഘട്ടത്തിൽ ഇവരുടെ ട്രെയിൻ ടിക്കറ്റ് ശരിയാക്കി നൽകിയിരുന്നില്ല, അതിനുശേഷം വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടുന്നു, ഈ വിഷയത്തിൽ നിന്നുള്ള വാർത്ത വന്നു. അപ്പോഴാണോ ഈ പരിഹാര മാർഗം എന്നുള്ള നിലയിൽ വിമാനത്തിൽ കൊണ്ടുപോകാമെന്നുള്ളൊരു ആലോചനയിലേക്ക് എത്തുന്നതും? പക്ഷേ അവിടെയും അതിന്റെ ടിക്കറ്റിന്റെ പകുതി ചാർജ് ഈ രക്ഷിതാക്കൾ ഏറ്റെടുക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചതല്ലേ? ആര്യ, അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും കുട്ടികൾ നിരാശയിലാണ്, പ്രതിസന്ധിയിൽ തന്നെയാണ്. സർക്കാരിന്റെ ഒരു തീരുമാനം അത് പല മാതാപിതാക്കൾക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതിൽ ചില പ്രായോഗികത അവർ പറയുന്നുണ്ട്. കാരണം ഈ പകുതി പൈസ, അതായത് ഇപ്പോൾ ടിക്കറ്റ് റേറ്റ് നോക്കുമ്പോൾ ഏകദേശം 14,000 രൂപയോളമാണ് ടിക്കറ്റിന്റെ റേറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ പകുതി പൈസ സർക്കാരും പകുതി പൈസ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും വഹിക്കട്ടെ എന്നൊരു നിർദ്ദേശമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ മാതാപിതാക്കൾ പറയുന്നത് ഞങ്ങൾക്ക് അത്രയും പോലും തുക അത് പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടാണ് അതൊന്ന് അറേഞ്ച് ചെയ്യാൻ. മറ്റൊന്ന്, തിരിച്ചു വരാനുള്ള, അതായത് ഇവരെ മത്സരം കഴിഞ്ഞ് തിരിച്ചു വരാനുള്ള ടിക്കറ്റും കൺഫേം അല്ല. അങ്ങനെയാണെങ്കിൽ തിരിച്ചും ഇതേ വിമാനമാർഗം തന്നെ വരേണ്ടി വരും. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ കയ്യിൽ നിന്നും പൈസ മുടക്കേണ്ട സാഹചര്യം അത്രമാത്രം. ഇപ്പോൾ തന്നെ ഈ നാഷണൽ ഗെയിംസിന് പോകുന്നതിന് വേണ്ടി തന്നെ അല്ലാതെ ഒക്കെ കുട്ടികൾക്ക് അവരുടെ പ്രാക്ടീസും അവരുടെ മത്സരത്തിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് തുകകൾ ഇപ്പോൾ പാരൻസ് കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ വിമാന ടിക്കറ്റിന്റെ തുക കൂടി വഹിക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് പല മാതാപിതാക്കളും കരഞ്ഞുകൊണ്ട് ഇപ്പോൾ പോകേണ്ട ഒരു സാഹചര്യത്തിലാണ്. അവർ നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി, ഞങ്ങളുടെ സാമ്പത്തികം അതിന് അനുവദിക്കില്ല, അതുകൊണ്ട് ഞങ്ങളുടെ മകളുടെ ആഗ്രഹം അത് പോട്ടെ എന്ന് വെക്കട്ടെ, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പല മാതാപിതാക്കളും ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ആര്യ. ഈ കായികമേള
വലിയ പ്രൗഢഗംഭീരമായ ഒളിമ്പിക്സ് മാതൃകയിലൊക്കെ നടത്തി എന്നൊക്കെ അവകാശപ്പെടുന്ന സർക്കാർ തന്നെയാണ് ഈ കുരുന്നുകളുടെ കണ്ണീരിന് വില പറയേണ്ടി വരിക. കാരണം വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ്. 28 ദിവസം മുൻപ് ബുക്ക് ചെയ്ത ടിക്കറ്റാണ്. മാനേജർ പറയുന്നത് പ്രകാരം 28 ദിവസം മുമ്പ് ബുക്ക് ചെയ്തു. പക്ഷെ അത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും കൺഫേം ആകാത്തതിൽ ഒരു ബദൽ മാർഗം എന്തെന്ന് പോലും കണ്ടെത്തിയില്ല. ഇന്ന് ട്രെയിൻ പോയതിനു ശേഷമാണ് ഇവർക്ക് കുട്ടികളെ അവിടെ എത്തിക്കണമല്ലോ എന്നുള്ളൊരു ബോധോദയം തന്നെ ഉണ്ടായത്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ച തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. കുട്ടികളൊക്കെ വളരെ വിഷമത്തിലാണ്. നമുക്കറിയാം അവർ എത്രമാത്രം ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നതും അത്രമാത്രം സന്തോഷത്തിലായിരിക്കും. മാനസികമായിട്ടൊക്കെ അവർ അത്രമാത്രം ഇതിനു വേണ്ടി തയ്യാറായിരിക്കുമ്പോഴാണ് നിരാശ അവരെ തേടിയെത്തിയത്. കുട്ടികളുടെ ഒരു പ്രയത്നം തന്നെയാണ്. നേരത്തെ നമ്മളോട് ഈ കുട്ടികളും മാതാപിതാക്കളും ഒക്കെ സംസാരിച്ചതാണ്. അവര് രാവിലെ എഴുന്നേറ്റ് അവരുടെ ഫിറ്റ്നസ് നോക്കി ഈ ഒരു മത്സരത്തിനായി പ്രാക്ടീസ് ചെയ്ത് എത്രത്തോളം അവർ ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ആ കഠിനാധ്വാനത്തിന് പുല്ല് വിലയാണ് നമ്മുടെ സംവിധാനങ്ങൾ നൽകുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോൾ നേരത്തെ മാനേജർ ചൂണ്ടിക്കാണിച്ചത് പ്രകാരം നവമി, അതായത് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്, പക്ഷേ കൺഫേം ആകാഞ്ഞതാണ്. ഈ അവസാന നിമിഷം പോലും കൺഫേം ആകാതിരുന്ന ഘട്ടത്തിൽ ഈ മാനേജർ ബന്ധപ്പെട്ട അധികൃതരോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എങ്ങനെയായിരുന്നു? അതായത് 28-ാം തീയതി, അതായത് കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് മാനേജർ ഈ 20 കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഇവിടുന്ന് ഭോപ്പാലിലേക്ക് പുറപ്പെടേണ്ട ട്രെയിനിലായിരുന്നു ഇവർക്ക് ബുക്ക് ചെയ്തത്. ഇവിടെ 11 മണിയോടുകൂടി വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അപ്പോഴും ട്രെയിൻ ടിക്കറ്റ് കൺഫേം അല്ല. വെയിറ്റിംഗ് ലിസ്റ്റ് 1 മുതൽ 24 വരെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 20 വിദ്യാർത്ഥികളും 4 ഈ മാനേജറും 2 മാനേജർമാരും 2 അധ്യാപകരും ഉൾപ്പെടെ 24 പേരായിരുന്നു പോകേണ്ടിയിരുന്നത്. 2 പേരുടെ, അതായത് 2 വിദ്യാർത്ഥികളുടെ മാത്രമാണ് ഏകദേശം 12:30 കൺഫേം ആക്കി കിട്ടിയത്. ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും വെയിറ്റിംഗ് ലിസ്റ്റ് തന്നെയായിരുന്നു. അപ്പോഴും ഇവർ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അവർ പറയുന്ന മറുപടി, തൽക്കാലം ട്രെയിനിൽ കയറിക്കോളൂ, നമുക്ക് TTRുമായി സംസാരിച്ചതിന് ശേഷം ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് മാനേജറോട് പറഞ്ഞത്. പക്ഷെ അപ്പോഴും രക്ഷിതാക്കളുടെ ആശങ്ക അതെങ്ങനെയാണ്, TTR ചിലപ്പോൾ സമ്മതിച്ചില്ല, ആ സീറ്റിൽ മറ്റ് യാത്രക്കാരാണെങ്കിൽ കുട്ടികൾ മധ്യപ്രദേശ് വരെ നിന്ന് പോകേണ്ട സാഹചര്യം. ഏകദേശം 2 ദിവസം, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 1:30 കയറിയാൽ അവർ 26-ാം തീയതി പുലർച്ചെ മാത്രമായിരിക്കും മധ്യപ്രദേശിലെത്തുക. അത്രയും നേരം, അത്രയും മണിക്കൂറുകൾ, അത്രയും ദിവസം ഇവർ നിന്നുകൊണ്ടും ജനറൽ കമ്പാർട്ട്മെന്റിൽ നിറഞ്ഞു തിങ്ങിയിരിക്കുന്ന ജനറൽ കമ്പാർട്ട്മെന്റിലൊക്കെ പോകുക എന്ന് പറയുന്നത് അത് ആലോചിക്കാൻ കൂടി കഴിയില്ല. പ്രത്യേകിച്ച് ബാഡ്മിന്റൺ പ്ലെയേഴ്സ് ആണ്. അവർക്ക് അവിടെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടവരാണ്. അങ്ങനെ മാനസികമായും ശാരീരികമായിട്ടൊക്കെ തളർന്നു പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് വിജയിച്ച് തിരിച്ചു വരാൻ കഴിയുക എന്നുള്ളൊരു ന്യായമായ ചോദ്യം തന്നെയാണ് മാതാപിതാക്കൾ ഉന്നയിച്ചതും. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മാതാപിതാക്കൾ കുട്ടികളെ വിടാൻ തയ്യാറാകാതിരുന്നതും. പിന്നീടാണ് മാനേജർ ഇക്കാര്യം വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കുകയും ചെയ്തത്. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിന്നും ലഭിച്ച മറുപടി, ഈ ഫ്ലൈറ്റിൽ പോകാം, പക്ഷെ അതിന്റെ പകുതി ചിലവ് മാതാപിതാക്കൾ വഹിക്കണമെന്നാണ്. ഇത് അല്പം ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള കുറച്ച് കുട്ടികളാണ്. ഇപ്പോൾ തന്നെ അവരുടെ മത്സരങ്ങൾക്ക് വേണ്ടിയും അവരുടെ പ്രാക്ടീസിനൊക്കെ വേണ്ടിയിട്ട് നല്ല തുക മാതാപിതാക്കളുടെ കയ്യിൽ നിന്നാകുന്നുണ്ട്. അടിയന്തരമായി ഇങ്ങനെ പോകണം, ടിക്കറ്റ് എടുത്ത് പോകണം എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് വലിയ ആശങ്കയും നിരാശയും തന്നെയാണ്. ആര്യ, തീർച്ചയായും നവമിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരെ സംബന്ധിച്ച് 7000 രൂപ പെട്ടെന്ന് എടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും 20ഓളം വരുന്ന യുവ പ്രതിഭകളുടെ അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം പൊലിഞ്ഞു പോകുന്നത്. എന്തായാലും വേണ്ട വിധത്തിൽ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഇടുക്കി ജില്ലാതല ശിശുദിനാഘോഷ പരിപാടികൾ ചെറുതോണിയിൽ നടന്നു. രാവിലെ ബസ് സ്റ്റാൻഡ് മൈതാനത്ത് കളക്ടർ വി വിഘ്നേശ്വരി പതാക ഉയർത്തി. ശിശുദിന റാലി, കുട്ടികളുടെ സമ്മേളനം, ശിശുദിന സ്റ്റാമ്പ് പ്രകാശനം, ഫോട്ടോ പ്രദർശനം എന്നിവ നടന്നു. ശിശുദിന റാലി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഏത് കാരണവശാലും നമ്മുടെ വിഷമം കുഞ്ഞുങ്ങൾക്ക് പോകരുത്. അവരെ എപ്പോഴും നമ്മളെ സംരക്ഷിച്ചിരിക്കണം. അപ്പോഴേ അവരുടെ ഫുൾ കഴിവ്, ഫുൾ ക്യാപ്പബിലിറ്റീസ് പുറത്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ തന്നെ കുട്ടികൾ കുറച്ച് വിഷമമാണ്, നേരത്തെ എഴുന്നത് കൊണ്ടാണ് അല്ലേ? ഉറക്കം വരുന്നുണ്ടോ?
ഏതാൾക്കും എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് ചുറ്റിനുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഒരു തെറ്റിനെ കൊണ്ടായിരിക്കും. പക്ഷെ അവർ ചെയ്യുന്ന തെറ്റല്ലാത്ത കേന്ദ്ര വന സംരക്ഷണ നിയമ ഭേദഗതിയുടെ ഗുണം ഇടുക്കിയിലെ കുടിയേറ്റ കർഷകർക്ക് ലഭിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം. വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ആനുകൂല്യം CHR കേസിൽ പോലും ലഭിക്കുമെന്നാണ് കർഷക സംഘടനകളുടെ വാദം. കഴിഞ്ഞ ഡിസംബറിലാണ് കേന്ദ്ര സർക്കാർ വനസംരക്ഷണ നിയമ ഭേദഗതി പാസാക്കിയത്. പുതിയ നിയമപ്രകാരം 1996 മുമ്പ് ഭൂമി കൈവശം വെച്ചിരുന്ന കർഷകർക്ക് പട്ടയത്തിന് അർഹതയുണ്ടാകും. ഇടുക്കിയിലെ ആയിരക്കണക്കിന് കർഷകർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക. ഇതിനായി ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്നില്ലെന്നാണ് ആക്ഷേപം. ഇടവേള. വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ കൃഷിയിടത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. മറയൂരിൽ 3 കർഷകരുടെ ഉടമസ്ഥതയിലുള്ള 6 ഏക്കർ ഭൂമിയിൽ 2500ഓളം കവുങ്ങ് മരങ്ങൾ വെട്ടിനശിപ്പിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. ഡേവിസ്, സൈമൺ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള 5 ഏക്കർ ഭൂമിയിൽ നിന്നും അയൽവാസിയായ രാജുവിന്റെ 1 ഏക്കർ ഭൂമിയിൽ നിന്നുമാണ് കവുങ്ങുകൾ വെട്ടിയത്. അവർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നവർ, ആർക്കും ശല്യം ഉണ്ടാക്കാറില്ല. ഇവിടെ ഇത്രയും ആദായം നശിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനായിട്ട് ജന്മത്തെ ഉള്ളവർക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. ഇതുങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും? ഇതിൽ എനിക്ക് ഒന്നും പറയാനില്ല. കാരണം എൻ്റെ പറമ്പ് കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു. ഇതുങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് നശിപ്പിച്ചു. 2 മുതൽ 5 വർഷം വരെ പ്രായമുള്ള കവുങ്ങുകളാണ് വെട്ടിയത്. മറ്റു കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട്. കള്ളന്മാരാ കഴിഞ്ഞ പ്രാവശ്യം അടക്കാകട്ട കള്ളന്മാരാ വൈരാഗ്യത്തിൻ്റെ വളത്തിൽ ഇത് ചെയ്തു അടയ്ക്ക തൈ മൊത്തം വെട്ടി നശിപ്പിച്ചിട്ടാണ് പോവാ. നേരത്തെ ഇവിടെ നിന്നും അടയ്ക്ക മോഷണം പോയിരുന്നു. സംഭവത്തിൽ മോഷ്ടാക്കളെ പിടികൂടിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കവുങ്ങുകൾ വെട്ടിയതെന്നാണ് കർഷകരുടെ ആരോപണം. അടയ്ക്കകട്ട ഒരു മോഷണാവിനെ ഞങ്ങൾ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാണ്. ആ വൈരാഗ്യത്തിന് എൻ്റെ ഒരു 1500 കമുകും തൈകൾ 2-3 മാസമായ തൈകൾ വെട്ടി നശിപ്പിച്ച് ഇട്ടേക്കുവാണ്. എൻ്റെ പോലീസിൽ ഞങ്ങൾ കാലത്ത് ഒന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. അവർ അന്വേഷിക്കാൻ കാലത്ത് വന്നിട്ട് പോയിട്ടുണ്ട്. പ്രതികളെ എത്രയും പെട്ടെന്ന് പിടിക്കുന്നതാണ് തോന്നുന്നത്. മറയൂർ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 ഇടുക്കി. തേക്കടി സന്ദർശനത്തിനെത്തിയ ഇസ്രായേൽ സ്വദേശികളായ വിനോദസഞ്ചാരികളെ കുമിളിയിലെ കടയിൽ നിന്നും അപമാനിച്ചിറക്കിവിട്ടു. കശ്മീരി വ്യാപാര സ്ഥാപനത്തിൽ നിന്നാണ് വിനോദസഞ്ചാരികൾക്ക് ദുരനുഭവമുണ്ടായത്. നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടൽ മൂലം കശ്മീരി വ്യാപാരികൾ മാപ്പു പറഞ്ഞു. ബുധനാഴ്ച രാത്രിയാണ് വിനോദസഞ്ചാരികളായ ഇസ്രായേൽ സ്വദേശികൾക്ക് കുമിളിയിലെ കാശ്മീരി വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ദുരനുഭവമുണ്ടായത്. ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന പേരിൽ ജമ്മുകാശ്മീർ സ്വദേശിയായ ഹയാസ് അഹമ്മദ് റാത്തൻ എന്നയാൾ നടത്തുന്ന കരകൗശല വ്യാപാര സ്ഥാപനത്തിലാണ് ഇസ്രായേൽ സ്വദേശിയായ ഡോവർ വാൾഫർ എത്തിയത്. കാഴ്ചകൾ ആസ്വദിച്ച് നടന്നു പോവുകയായിരുന്ന ഇവരെ സ്ഥാപനത്തിലേക്ക് വ്യാപാരികൾ വിളിച്ചു കയറ്റുകയായിരുന്നു. വസ്ത്രങ്ങൾ നോക്കുന്നതിനിടെ ഇവർ ഹീബ്രു ഭാഷയിൽ മൊബൈലിൽ സംസാരിച്ചു. ഇതിനിടെ ഹയാസ് അഹമ്മദ് ഏത് രാജ്യത്ത് നിന്നാണ് വരുന്നതെന്ന് ഡോവർ വാൾഫറോട് ചോദിച്ചു. ഇസ്രായേലിൽ നിന്നാണെന്ന് പറഞ്ഞതോടെ സ്ഥാപനത്തിലെ ലൈറ്റുകൾ ഓഫ് ചെയ്ത് ഇസ്രായേൽ സ്വദേശികൾക്ക് സാധനങ്ങൾ നൽകാനാകില്ലെന്ന് പറഞ്ഞ് കടയിൽ നിന്നും ഇറക്കി വിടുകയായിരുന്നു. അപമാനിതരായ ഡോവർ വാൾഫർ വിവരം ഭർത്താവിനെയും ഡ്രൈവറെയും അറിയിച്ചു. കാശ്മീരി വ്യാപാരികളുടെ നടപടി ഇരുവരും ചോദ്യം ചെയ്തതോടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പ്രശ്നത്തിൽ ഇടപെട്ടു. ഇതോടെ കാശ്മീരി വ്യാപാരികൾ ഇസ്രായേലി സ്വദേശികളോട് മാപ്പ് പറഞ്ഞ് തടിയൂരി. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ ഇസ്രായേലി സ്വദേശികൾ തയ്യാറായിട്ടില്ല. സംഭവം വിവാദമായതോടെ കാശ്മീരി വ്യാപാരികൾ സ്ഥാപനം അടച്ചിട്ടിരിക്കുകയാണ്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും കേന്ദ്ര രഹസ്യാന്വേഷണ സേനയും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കുമിളിയിലെത്തുന്ന ഇസ്രായേൽ സ്വദേശികൾക്കെതിരെ കാശ്മീരി വ്യാപാരികളുടെ ഭാഗത്തു നിന്നും മുൻപും സമാന സ്വഭാവമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. സീപ്ലെയിൻ പദ്ധതിയെ പ്രതിസന്ധിയിലാക്കി വനം വകുപ്പ്. മാട്ടുപ്പെട്ടിയിൽ സീപ്ലെയിൻ ഇറങ്ങുന്നത് കാട്ടാനകളുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സം സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഇടുക്കി ജില്ലാ കളക്ടർക്ക് വനം വകുപ്പ് കത്തയച്ചു. മൂന്നാർ DFO ആണ് കത്തയച്ചത്.
മാട്ടുപ്പെട്ടിയിൽ സീപ്ലെയിൻ പദ്ധതിയുടെ ട്രയൽ റണ്ണിന് മുൻപാണ് ആശങ്കകൾ സൂചിപ്പിച്ച് മൂന്നാർ DFO ഇടുക്കി ജില്ലാ കളക്ടർക്ക് കത്തയച്ചിരിക്കുന്നത്. ആനമുടി ഷോല, പാമ്പാടും ഷോല ഉദ്യാനങ്ങളോടും കുറിഞ്ഞിമല സാങ്ച്വറിയോടും ചേർന്ന് കിടക്കുന്ന മാട്ടുപ്പെട്ടി ജലാശയം അതീവ പരിസ്ഥിതി ലോല മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കത്ത് ചൂണ്ടിക്കാട്ടുന്നു. ആനമുടി ഷോലയിൽ നിന്നും 3.5 കിലോമീറ്റർ മാത്രമാണ് മാട്ടുപ്പെട്ടിയിലേക്കുള്ള എയർ ഡിസ്റ്റൻസ്. ജലാശയത്തിൽ പതിവായി കാട്ടാനകൾ ഇറങ്ങാറുണ്ട്. സംരക്ഷിത വനമേഖലയിലേക്ക് ആനകൾ പതിവായി സഞ്ചരിക്കുന്നത് മാട്ടുപ്പെട്ടി ജലാശയത്തിലൂടെയാണെന്നും വിവരിക്കുന്നുണ്ട്. സീപ്ലെയിൻ പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള മനുഷ്യ വന്യമൃഗ സംഘർഷം ഒഴിവാക്കാൻ ഇടപെടൽ നടപ്പിലാക്കണമെന്നും കത്ത് സൂചിപ്പിക്കുന്നു. സീപ്ലെയിൻ ഇറങ്ങുന്നത് കാട്ടാനകളുടെ സ്വൈരവിഹാരം തടസ്സപ്പെടുത്തുമെന്നാണ് വനം വകുപ്പിന്റെ വാദം. പുലർച്ചെയും വൈകുന്നേരങ്ങളിലും പതിവായി ആനകൾ ഇവിടെ എത്താറുണ്ട്. സമീപത്തെ ഇൻഡോ സ്വീസ് പ്രോജക്ടിന്റെ ഭാഗമായ പുൽമേടുകൾ ആനകളുടെ വിഹാര കേന്ദ്രമാണ്. ടൂറിസം മേഖലയിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പദ്ധതി വനം വകുപ്പിന്റെ ഇടപെടൽ മൂലം തുടക്കത്തിലെ തടസ്സപ്പെടുമോ എന്ന ആശങ്കയാണ് നിലവിലുയരുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഫോർട്ട് കൊച്ചിയിൽ തകർന്നു കിടന്ന ഓടയിൽ വീണ് വിദേശ സഞ്ചാരിക്ക് പരിക്കേറ്റ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പുറം ലോകം എന്താണ് കൊച്ചിയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ചിന്തിക്കുകയെന്ന് ചോദിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ആഴ്ചയാണ് പുതുക്കിപ്പണിയാനായി തുറന്നിട്ടിരുന്ന കാനയിൽ വീട് ഫ്രഞ്ച് പൗരന്റെ തൊടയലിൽ പൊട്ടിയത്. കോതമംഗലം PV തമ്പി എൻഡോൺമെന്റ് അവാർഡ് തട്ടേക്കാട് സ്വദേശിനിയും ഗൈഡുമായ സുധാമയ്ക്ക്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ പക്ഷി നിരീക്ഷണവുമായി 1/4 നൂറ്റാണ്ടായി പ്രവർത്തിച്ചുവരുന്ന ജീവനക്കാരിയാണ് സുധാമ. പക്ഷി ശാസ്ത്രജ്ഞൻ ഡോക്ടർ R. സുഗതൻ അവാർഡ് കൈമാറി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഡോക്ടർ CJ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ വേഗതാരം നെല്ലിക്കുഴി സ്വദേശി അൻസ്വാഫ് K. അഷ്റഫിന് ആദരം. ആന്റണി ജോൺ MLA വീട്ടിലെത്തി അനുമോദിച്ചു. നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MB ജമാൽ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി C. നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊല്ലം ഓയൂരിൽ വീടിനുള്ളിൽ നിന്ന് 400 ലിറ്റർ കോടയും ചാരായവും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. ഒരാൾ അറസ്റ്റിൽ. തുളസീധരനാണ് പിടിയിലായത്. വീടിന്റെ ടെറസിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന ജലസംഭരണിയിലാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. ശുചിമുറിയിൽ നിന്ന് 1 ലിറ്റർ ചാരായവും പിടികൂടി. കൃത്രിമ പാരുകൾ സ്ഥാപിച്ച് മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിലായിരുന്നു ഉദ്ഘാടനം. കേരളത്തിന്റെ തീരക്കടലിൽ സുസ്ഥിര മത്സ്യബന്ധനവും മെച്ചപ്പെട്ട ജീവനോപാധിയും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പദ്ധതി. വിഴിഞ്ഞം നോർത്ത് ഹാർബറിൽ നടന്ന പരിപാടിയിൽ സിൽവർ പൊമ്പാനോ ഇനത്തിൽപ്പെട്ട 22,000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് കടലിൽ നിക്ഷേപിച്ചത്. പാണക്കാട് ഖാസി ഫൗണ്ടേഷൻ ജില്ലാ നേതൃസംഗമം സംഘടിപ്പിച്ചു. പട്ടാമ്പി കൊപ്പത്ത് നടന്ന സംഗമം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000-ഓളം പേർ പങ്കെടുത്തു. പാലക്കാട് വല്ലപ്പുഴ മുളയങ്കാവ് റോഡിൽ പുനർനിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ജലജീവൻ മിഷൻ പൈപ്പിടലിനായി പൊളിച്ച ഭാഗമാണ് പുനർനിർമ്മിക്കുന്നത്. റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി 2.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. 2 ദിവസത്തിനകം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Kavita Gold and Diamonds. Choose your special. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,900 രൂപ, പവന് 55,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,720 രൂപ, പവന് 45,760 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ, കിലോഗ്രാമിന് 96,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Kavita Gold and Diamonds. Choose your special. സകലമാന കേരളം പൂർണ്ണമാക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം ഫാസ്റ്റ് ന്യൂസ്. ഐഷത്തുൽ ഷംനേത്ത്. നമസ്കാരം.